ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. നമ്മുടെ അമ്മമാരും ഒക്കെ നമുക്ക് പണ്ടുണ്ടാക്കി തരുന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഓട്ടട എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, എന്നാലും ഇതൊരു ഓട്ടടയുടെ റെസിപ്പിയാണ് കേട്ടോ. തേങ്ങയിൽ പഞ്ചസാരയും ഏലക്കയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടി വെക്കാം നമുക്ക്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ദോശമാവിൻ്റെ പോലെ നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. ദോശമാവിൻ്റെ അത്രയും കട്ടി നമുക്ക് വേണ്ട. നമ്മുടെ അപ്പമൊക്കെ നമ്മൾ ഉണ്ടാക്കാറില്ലേ, അതുപോലെ മതി. അപ്പത്തിൻ്റെ മാവൊക്കെ നമ്മൾ ലൂസ് ചെയ്തെടുക്കാറില്ലേ, അതുപോലെ വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചത് ഈ പരുവത്തിലാക്കി എടുക്കണം. നല്ല നൈസായിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്ന രീതിയിലാക്കിയെടുക്കണം. കട്ടി കൂട്ടി ഉണ്ടാക്കാം, കട്ടി കുറച്ചും ഉണ്ടാക്കാം. ഇങ്ങനെ ഒന്ന് ആകുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇലയപ്പമൊക്കെ മടക്കിയെടുക്കണ പോലെ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാൻ വയ്യാത്തതുവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ പഠിച്ചോട്ടെന്നേ. അപ്പോൾ നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ ഇത്രയ്ക്ക് കട്ടി കുറച്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടി കൂട്ടിയും കട്ടി കുറച്ചും വേണമെങ്കിൽ ഉണ്ടാക്കാവേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്